ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ധിരാജ് സേത്ത് ആസ് ഓഫീസർ ടു പ്രിപ്പയർ ഫോർ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആൻഡ് ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് 2.0 എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം, പക്ഷേ ഓപ്പറേഷൻ 2.0 എന്നുള്ള സ്നോ ലെപ്പേർഡ് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. ഇൻ എ മേജർ ഡയറക്റ്റീവ് ഫോക്കസ്ഡ് ഓൺ മൾട്ടി ഫ്രണ്ടിയർ കോമ്പാക്ട് റെഡിനെസ്, ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ധിരാജ് സേത്ത് ഹാസ് ഇൻസ്ട്രക്റ്റഡ് ഓൾ സർവീസ് ഓഫീസേഴ്സ് ടു പ്രയോറിറ്റൈസ് മിഷൻ പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ കോൺഫ്ലിക്ട്സ്, എക്സ്പ്ലിസിറ്റിംഗ് മെൻഷനിങ് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ആൻഡ് ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് 2.0 എന്നുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ലളിതമായിട്ട് ഇത് പറയുകയാണെങ്കിൽ, ഇനി ഇന്ത്യ ഭാവിയിൽ പാകിസ്ഥാനുമായോ ചൈനയുമായോ വീണ്ടും സംഘർഷം നേരിടേണ്ടി വന്നാൽ അതിന് ഇന്ന് തന്നെ തയ്യാറെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. മുമ്പ് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു സാഹചര്യം വീണ്ടും വന്നാൽ അതിലും കൂടുതൽ തയ്യാറെടുപ്പോടെ ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ബട്ട് വാട്ട് ഈസ് ദിസ് ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് 2.0 എന്നുള്ളത് നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്നോ ലെപ്പേർഡ് എന്നത് ഇന്ത്യയുടെ ചൈന അതിർത്തിയിലെ സൈനിക തയ്യാറെടുപ്പുകളെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. ലഡാക്ക്, അരുണാചൽ തുടങ്ങിയ ചൈനയുമായുള്ള ഭാവി സംഘർഷങ്ങൾ നേരിടാൻ കൂടുതൽ ആധുനികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം എന്നുള്ള ആശയമാണ് ഈ 2.0 എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആയുധങ്ങളല്ല ഇപ്പോഴും തയ്യാറായിരിക്കണം, വെടിക്കോപ്പുകളും മറ്റ് സൈനിക സാമഗ്രികളും മതിയായ അളവിൽ ഉണ്ടായിരിക്കണം. ഡ്രോണുകൾ, ഇലക്ട്രോണിക് യുദ്ധം, സൈബർ യുദ്ധം തുടങ്ങിയ പുതിയ യുദ്ധരീതികളെ പരിശീലനം വർദ്ധിപ്പിക്കണം. യുദ്ധ സാഹചര്യം വന്നാൽ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന നിലയിൽ സേന സജ്ജമായിരിക്കണം. ഇത് യുദ്ധ പ്രഖ്യാപനമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് യുദ്ധം തുടങ്ങുമെന്ന പ്രഖ്യാപനമല്ല. സൈന്യത്തോട് എപ്പോൾ വേണമെങ്കിലും സാഹചര്യം വഷളാകാം, അതിനാൽ എപ്പോഴും സജ്ജമായിരിക്കണം എന്ന ആഭ്യന്തര നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പ് നിർദ്ദേശങ്ങൾ പല രാജ്യങ്ങളും സൈനിക നേതൃത്വങ്ങൾക്ക് നൽകാറുള്ളതാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് സ്നോ ലെപ്പേർഡ് 2.0? അതെന്താണ്? പെട്ടെന്ന് ഞാനും ഈ പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടക്കാനുള്ള ഒരു ചേതോവികാരം പെട്ടെന്ന് എന്തായിരിക്കും? കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് നാഷണൽ മീഡിയാസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഒരു 1.5 ആഴ്ച മുമ്പ് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മൾ വാർത്ത നൽകിയിരുന്നു. അരുണാചൽ പ്രദേശിന്റെ സമീപത്ത് ഇന്ത്യ ഒരു വലിയ സൈനികാഭ്യാസം നടത്തിയിരുന്നു. വ്യോമസേനയും കരസേനയും മറ്റ് സേനാവിഭാഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ സംയുക്ത സൈനികാഭ്യാസം നടത്തിയിരുന്നു. അത് വളരെ കാലത്തിന് ശേഷമാണ്. അരുണാചൽ പ്രദേശ് ചൈന ബോർഡറിന് സമീപമാണ് നടത്തിയത്, LOCക്ക് സമീപം. അത് വളരെ കാലത്തിന് ശേഷം നടത്തിയാണ്. അതിനു മുമ്പ് ചില ഗ്രാമങ്ങൾ അവർ പിടിച്ചു, അല്ലെങ്കിൽ അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് TV ഒക്കെ ആയിരുന്നു വാർത്ത പുറത്തുവിട്ടിരുന്നത്. അതുപോലെ ലഡാക്കിന് സമീപവും ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷെ ലഡാക്കിലും വലിയ രീതിയിൽ തന്നെ നമ്മൾ സൈനിക വിന്യാസവും നമ്മുടേതായിട്ടുള്ള സിസ്റ്റങ്ങളും മറ്റുമൊക്കെ അവിടെ നമ്മൾ വലിയ രീതിയിൽ തന്നെ തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ മുൻ കരസേനാ മേധാവിയല്ല, സംയുക്ത സേനാ മേധാവി, നമ്മുടെ ഹെലികോപ്റ്റർ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനിക മേധാവി ബിപിൻ റാവത്ത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഇനിയൊരു യുദ്ധം എന്ന് പറഞ്ഞ 2.5 ആണ്. 2 യുദ്ധമുഖം ഇന്ത്യക്ക് തുറക്കേണ്ടതായി വരും. 0.5 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ശത്രുക്കളാണ്, അവരും തലപൊക്കും. അപ്പൊ ഈ 3.5 തുറക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിനെ നമ്മൾ അങ്ങനെ ഒഴിച്ചു നിർത്താനായിട്ട് സാധിക്കും? അല്ല, അതും സാധിക്കില്ല. അതും ഒരു ഇതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തുടക്കം വരെ പറയുന്നത്, പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും ഒരു ആക്രമണം, അത് പക്ഷെ ചൈന ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ ചൈനയുടെ അവിടെ ഒരു മതിൽ തീർത്തുകൊണ്ട് ബംഗ്ലാദേശ് ഒരു പക്ഷെ ഫൈറ്റിലേക്ക് ഇറങ്ങാൻ സാധ്യത. ബംഗ്ലാദേശ് ഡയറക്റ്റ് ആയിരിക്കില്ല. ഈ പാകിസ്ഥാന്റെ ഇൻഫ്ലുവൻസിലും ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസിലും ഒക്കെ ബംഗ്ലാദേശിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആക്രമണത്തിന് സാധ്യതകൾ ഏറെയാണ്. അത് പാക് സൈന്യമോ പാക് ഭീകര സംഘടനകളോ നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ കിഴക്കൻ മേഖലയിലാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു മേഖല. അതായത് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട റെയിൽ, റോഡ് ഗതാഗതങ്ങളൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അതിന്റെ പണികളെല്ലാം തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്തൊരു സാഹചര്യം. അതായത് നമ്മൾ ഒരു 2 യുദ്ധമുഖം എപ്പോഴും തുറക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ചൈനയുടെ ആ ബോർഡറിൽ നമ്മൾ സുരക്ഷ ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ചൈനയിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് നേരെ ഒരു ആക്രമണം വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പക്ഷെ തനിഷ് പറഞ്ഞ കണക്ക് ആ ബംഗ്ലാദേശിനെ ചൈനയും പാകിസ്ഥാനും ഒരേപോലെ കരുവാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുക. പാകിസ്ഥാൻ എങ്ങനെയാണ് നശിച്ചു തുടങ്ങിയത് നമ്മളൊക്കെ കണ്ടതാണ്. കിട്ടാവുന്നവന്റെ അടുത്തു നിന്നൊക്കെ പോയി പൈസ മേടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവന്മാർ ചെയ്യേണ്ടി വന്നു.
അത് അവരുടെ മന്ത്രി ഖാജ ആസിഫ് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് UK വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് യൂറോപ്യൻസ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീകര പ്രവർത്തനത്തിന്. അതായത് അവൻ പൈസ കൊടുക്കുമ്പോൾ അവന് വേണ്ട പണി ഇവന്മാരെടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും ആ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് അവരുടെ കഴുത്തുകൊണ്ട് കൊടുക്കുന്നു, തലകൊണ്ട് പാകിസ്ഥാന് കൊടുക്കുന്നു, അങ്ങനെ പലയിടത്തും കൊടുത്ത് അവസാനം എന്ത് പറയാം, ഈ പൈസ കൊടുക്കുന്നതിനൊരു ലക്ഷ്യം ഉണ്ടാകുമല്ലോ. വെറുതെ അങ്ങ് പൈസ കൊടുത്തിട്ട് ഇപ്പൊ ബംഗ്ലാദേശികളെയൊക്കെ നന്നാക്കി വികസിപ്പിച്ച് കളയാം എന്ന് ഒരു രാജ്യവും ചിന്തിക്കില്ല. പാകിസ്ഥാൻ പൈസ മുടക്കണമെങ്കിലോ അല്ലെങ്കിൽ പാകിസ്ഥാനികൾക്ക് സഹായം ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ഒരു ലക്ഷ്യമുണ്ടാകും, അത് ഇന്ത്യ കൊടുത്താൽ ഇന്ത്യക്ക് ഒരു ലക്ഷ്യമുണ്ടാകും, ചൈന കൊടുക്കുമ്പോൾ ചൈനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം ആണ് ഇതിനകത്ത് വരുന്നത്. ഏതായാലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ പഴയതുപോലെ ആയിരിക്കില്ല എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള കാര്യം വളരെ വ്യക്തവുമാണ്. കാരണം പാകിസ്ഥാൻ ആ ഒരു അറ്റാക്ക് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായ അടി അവർ പതറിപ്പോയെങ്കിൽ അടുത്ത ഒരു അറ്റാക്ക് ഇന്ത്യയെ പല ഭാഗത്തും, കാരണം ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ട് ഈ പല ഭാഗത്തും നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളും മറ്റും നടത്തി പോവുക എന്നുള്ളൊരു രീതിയുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ആകെ ഒരു മേൽക്കൈ നമ്മുടെ രാജ്യത്തിന് മേൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ വലിപ്പമാണ്. ആ വലിപ്പമുള്ളത് കൊണ്ട് വടക്കിഴക്കൻ മേഖലയിലോ, അതായത് ബംഗ്ലാദേശ് ആ മേഖലയിലോ, അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ ബോർഡറിൽ ഒന്നിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് ഡ്രോൺ പറത്തിക്കൊണ്ട് ഇത് ദീർഘകാലം മുമ്പോട്ട് പോവുക. കാരണം ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഇടയ്ക്കിടയ്ക്ക് പറത്തിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ യുദ്ധം ഏതാണ്ടൊക്കെ തീർന്നു എന്ന് നമുക്ക് ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു, നമ്മൾ ഇന്ത്യ പറഞ്ഞു ശരി ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, ഞങ്ങൾ വെടിനിർത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ട് നമ്മുടെയൊക്കെ ന്യൂസ് ചാനലുകളിൽ വൈകുന്നേരം ഒരു 7:30 കഴിഞ്ഞപ്പോൾ ജമ്മു കാശ്മീരിന്റെ അതിർത്തിയിലേക്ക് കുറച്ച് ഡ്രോണുകൾ പറന്നു വരുന്ന വാർത്ത നമ്മൾ കണ്ടതാണ് ഏവരും. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും, ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിനൊക്കെ ചിലപ്പോൾ ചില ഒരു ബുദ്ധിമുട്ട്, ഒരു അസ്വസ്ഥത ഉണ്ടാകത്തില്ല. എന്നാൽ അത് വലുതാണെന്ന് വെച്ചാൽ വലുതുമല്ല, ചെറുതാണെന്ന് വെച്ചാൽ ചെറുതുമല്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ, ചില ചൊറിച്ചിലുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ എവിടെയെങ്കിലും ചൊറിയാനായിട്ട് വരും. ഇതേ ഒരു മെത്തേഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് വലിയ തയ്യാറെടുപ്പ് നടക്കുന്നത്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുധ രംഗത്ത് ആയുധം നിർമ്മിക്കുന്ന കാര്യത്തിലായാലും വിതരണം ചെയ്യുന്ന കാര്യത്തിലായാലും ഇന്ത്യ ബഹുദൂരം മുൻപോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് പറഞ്ഞു. മുൻപ് വലിയ മറ്റു രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടിരുന്നത്. അവർ ആ പരീക്ഷണം നടത്തി, ഈ പരീക്ഷണം നടത്തി, ആ ആയുധം വാങ്ങി. ഇന്നിപ്പോൾ ഇന്ത്യയെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ്. നമ്മൾ തന്നെ കഴിഞ്ഞ ഒരാഴ്ച പ്രേക്ഷകർ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. നമ്മുടെ ഈ വാർത്ത താഴെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നമ്മൾ ആഴ്ച മിനിമം ഒരു 3-4 ആയുധങ്ങളെ കുറിച്ചുള്ള ഈ ഡിബേറ്റ് അല്ലെങ്കിൽ ഈ അനാലിസിസ് നമ്മൾ ഇതിനകത്ത് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ തന്നെ എന്തുമാത്രം ഡെവലപ്മെന്റ് നടക്കുന്നു. അപ്പം സേനാ മേധാവി നൽകിയ ആ ഒരു മുന്നറിയിപ്പാണ് സേനകൾക്ക് കൊടുത്തൊരു ജാഗ്രതാ നിർദ്ദേശം. ഈ ജാഗ്രതാ നിർദ്ദേശം ഇപ്പൊ ഇന്നലെ മറ്റാണ് അദ്ദേഹം കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നതിനും 2 ആഴ്ചക്ക് മുമ്പാണ് അരുണാചൽ പ്രദേശിൽ ഈ സൈനികാഭ്യാസം നടന്നത്. അപ്പൊ എത്രയോ മുമ്പ് നമ്മൾ മുന്നൊരുക്കം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തിനായിരിക്കാം അദ്ദേഹം പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്? ഇത് ഒരു നോട്ടീസാണ്. ഇത് എന്താണ്, ലോകത്തിന് നൽകുന്ന ഒരു നോട്ടീസാണ്. അതെ, ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ, ഇനി നിങ്ങൾ വന്നാൽ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സമാധാനത്തിൽ പോകാം എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്. ഇല്ലെങ്കിൽ സൈന്യത്തിൽ നടക്കുന്ന ചർച്ചകളോ ഇല്ലെങ്കിൽ സൈന്യത്തിന്റെ മീറ്റിങ്ങുകളോ ഒന്നും പുറലോകം അറിയില്ല. അവിടുത്തെ മീറ്റിങ്ങുകൾ ആരെങ്കിലും അറിയാറുണ്ടോ? ആരും അറിയില്ല. ഇപ്പൊ കേന്ദ്രമന്ത്രിസഭയുടെ യോഗങ്ങളുടെ പുറത്തു പറയേണ്ട അജണ്ടകൾ മാത്രമേ പുറത്തു പറയാറുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ എന്താ മാധ്യമങ്ങളെ വിളിച്ച് ബ്രീഫ് ചെയ്തോ? മറ്റേ കോവിഡ് കാലത്ത് പിണറായി വിജയൻ വൈകുന്നേരം വന്നിരിക്കുന്ന പ്രധാനമന്ത്രി വന്നിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ മലയാള മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചത്. വന്നിരിക്കുന്നു, ഇന്ന് ഇത്രയും പേര് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ അങ്ങനെ പറയുന്ന ഒരു സംവിധാനം ഇല്ല ഇവിടെ എന്ന് പറയുന്നത് രഹസ്യമാണ്. എന്നാൽ പരസ്യമാക്കേണ്ട കാര്യങ്ങൾ പരസ്യമായി. ഇപ്പൊ തന്നെ ഈ DRDOയുടെ ഒക്കെ ആയുധങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ എന്തിനാണത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യം ഇപ്പൊ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ, അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള മാധ്യമ പ്രവർത്തകരൊന്നും ലോകത്തില്ല. നമ്മൾ ഈ പണി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇങ്ങനെ റോയെ പോലെ നുഴഞ്ഞു കയറി ഇതൊക്കെ കണ്ടുപിടിക്കാനും ഇതിന്റെ കപ്പാസിറ്റി അറിയാനും ഇല്ലെങ്കിൽ ഇതിന്റെ സൈസ് അറിയാനും ഒക്കെ പറ്റുന്ന മാധ്യമ പ്രവർത്തകരൊന്നും ഇവിടെ ഇല്ല. പിന്നെ നമുക്കും ഈ പുറത്തുനിന്ന് വരുന്ന സോഴ്സുകളും വാർത്തകൾ ഡിഫൻസ് സൈറ്റുകളിലും മറ്റും വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഡിഫൻസ് സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം സൈനികർ തന്നെയാണ്. അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള മേജറുകൾ, അങ്ങനെയുള്ള കമാൻഡർമാർ, ആ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ എഞ്ചിനീയേഴ്സ്, ഈ അന്തർവാഹിനികളിൽ പ്രവർത്തിച്ചിരുന്നവരൊക്കെയാണ്. അപ്പൊ അവർക്കത് കൃത്യമായി ഏകദേശം കൃത്യമായി തന്നെയൊക്കെ പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരം വാർത്തകളാണ്. ഏതായാലും ഇന്ത്യ ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തുന്നു. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു തയ്യാറെടുപ്പിലാണ്. നാറ്റോ രാജ്യങ്ങൾ തയ്യാറെടുപ്പ് നടത്തുന്നു. മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധത്തിലാണ്, വക്കിലെന്നല്ല യുദ്ധത്തിലാണ്. റഷ്യ ഉക്രൈൻ ആ മേഖല യുദ്ധത്തിലാണ്. ഇങ്ങനെ എല്ലായിടത്തും ഇനി ആ യുദ്ധം വരാനുള്ളൊരു സ്ഥലം ഈ ഏഷ്യയാണ്, പ്രത്യേകിച്ച്
ദക്ഷിണ ഏഷ്യയാണ്. ആ ദക്ഷിണേഷ്യ കൂടെ വന്നാൽ എല്ലാം പൂർണ്ണമാകും. ആ ദക്ഷിണേഷ്യയിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന, പിന്നെ കിടക്കുന്നു തായ്വാന്, അങ്ങനെ കിടക്കുന്നു. അവിടത്തേക്കാണ് ഇനി അടുത്തത് വരാൻ കിടക്കുന്നത്. അങ്ങനെയാണ്. പടിഞ്ഞാറുന്നൊരു കാറ്റ് ഇങ്ങനെ വീശി തുടങ്ങിയിട്ടുണ്ട്. അത് സെൻട്രൽ വരെ എത്തിയിട്ടുണ്ട്. ഇനി സെൻട്രലിൽ നിന്ന് അത് കിഴക്കോട്ട് നീങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും നീങ്ങുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സൈനിക മേധാവി നൽകിയിരിക്കുന്നത്.